ഒരു നാട്ടിലിപ്പോ അടുപ്പിച്ചടുപ്പിച്ച് പെണ്ണുങ്ങളെ എന്തോ ആയുധം കൊണ്ട് തലക്കടിച്ചു കൊന്ന് അവരുടെ വിരല് കട്ട് ചെയ്തെടുത്ത് ചുമരിലായിട്ട് ഐ ആം ഗോഡ് എന്ന് എഴുതിയതിനു ശേഷം അവരുടെ ബോഡി മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയാണ്. ഇവൻ ഒരു സൈക്കോ കില്ലർ ആണെന്നുള്ള കാര്യം പോലീസുകാർ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവൻ ടാർഗറ്റ് ചെയ്യുന്നതൊക്കെ നല്ല ഭംഗിയുള്ള പെണ്ണുങ്ങളെ ആയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇവൻ ഈ ഒരു പെണ്ണുങ്ങളെ കൊന്നു കളയുന്നത്? ആരാണ് ഇത് ചെയ്യുന്നത്? നമ്മ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളാണ് ഈ സിനിമയില് ഈ ഒരു സൈക്കോ കില്ലർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അവനത് ചെയ്യാനുള്ള ആ ഒരു കാരണവും വേറെ ലെവലായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പൊ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മൂവിയുടെ തുടക്കം തന്നെ കിച്ചണില് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെയാണ് കാണിക്കുന്നത്. അവളുടെ പിന്നിലായിട്ട് കറുത്ത ഡ്രസ്സ് എല്ലാം ഇട്ടിട്ട് എല്ലാം മറച്ച് ഒരു വലിയ ആയുധം കൊണ്ട് ഒരു കില്ലർ വന്ന് നിൽക്കുന്നുണ്ട്. എന്നാ ആ പെണ്ണിനെ അവൻ കൊല്ലുന്നത് കാണിക്കുന്നതിന് മുമ്പ് അവിടെ സീൻ കട്ട് ചെയ്യാണ്. ഇപ്പൊ ഒരു കോളേജ് ആണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ദേവാണെന്ന് വെച്ചാല് അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ബിന്ദുവിനായിട്ട് ക്ലാസ് റൂമില് ഡോർ അടച്ചിരുന്ന് റൊമാൻസ് ചെയ്തോണ്ടിരിക്കുകയാണ്. പുറത്തെ കുട്ടികൾ ക്ലാസ്സിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ കുട്ടികൾക്കൊക്കെ ദേവനെ ഭയങ്കര പേടിയായിരുന്നു. അവൻ ആ ഒരു കോളേജിലെ ഇടിയൻ പയ്യനായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് വിളിക്കാൻ തന്നെ ഭയങ്കര പേടി. അവസാനം സാറ് വന്ന് ഡോറിൽ തട്ടിയിട്ടാണ് അവൻ ഡോറ് തുറന്നത് തന്നെ. ബിന്ദു ആരും കാണാതെ ഡെസ്കിലായിട്ട് കിടക്കുന്നുണ്ട്. കുട്ടികളൊക്കെ കയറിയിരുന്നതിന് ശേഷമാണ് അവൾ എഴുന്നേറ്റിരുന്നത്. അവളും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ദേവയുടെ കൂടെ തന്നെ പോകുന്നുണ്ട്. ആളും പരിസരവും ഒന്നും നോക്കാതെ ബിന്ദു ദേവയുടെ തോളിലായിട്ട് കയറിയിട്ട് അവര് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അങ്ങനെ കോളേജ് മൊത്തം ചുറ്റിക്കറങ്ങുന്ന കപ്പിൾസ് ആണ്. ഇപ്പൊ പ്രിൻസിപ്പൾ ആണെന്ന് വെച്ചാൽ ദേവയുടെ അച്ഛനെ കോളേജിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാല് അവൻ ശരിക്കും കോളേജിലെ ടോപ്പർ ആയിരുന്നു. പക്ഷെ അവന്റെ സ്വഭാവം തീരെ നല്ലതല്ലാന്ന് പ്രിൻസിപ്പൾ അച്ഛനോട് പറയാണ്. ഗുണ്ടായിസം ഒരു വകയില്. പിന്നെ അവന്റെ ലവറാന്നും പറഞ്ഞ ഒരു പെണ്ണിനെ പിടിച്ച് മടിയിലെടുത്ത ക്ലാസ് റൂമിൽ വാതിലടച്ചിടാ ലേഡീസ് ടോയ്ലറ്റിൽ രണ്ടുപേരും കൂടി എന്താ പണി. എനിക്ക് പറയാൻ തന്നെ നാണക്കേടാവുന്നു എന്ന് പ്രിൻസിപ്പള് ദേവയുടെ അച്ഛനെ വിളിച്ച് പറയുന്നുണ്ട്. ദേവയുടെ അച്ഛനാന്ന് വെച്ചാൽ ഇത്തിരി അഭിമാനമൊക്കെ ഉള്ള ഭയങ്കര കാമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നേ. പ്രിൻസിപ്പൾ എന്നെ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ അയാൾക്ക് ഭയങ്കരമായിട്ട് ഷെയിം തോന്നുന്നുണ്ട്. പ്രിൻസിപ്പളിന്റെ കൂടെ ഉണ്ടായിരുന്ന സാറിനെ വരെ ദേവ ഒരു ദിവസം ബിന്ദു എന്തോ പഠിക്കാത്തോണ്ട് തന്നെ സാറ് ചീത്ത പറയുന്നത് കേട്ടിട്ട് അവൻ സാറിനെ വരെ തല്ലിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സാറിന് വരെ അവനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ പേടിയാണ്. കാരണം അവന്റെ ഗുണ്ടായിസം എല്ലാവർക്കും നന്നായിട്ട് അറിയായിരുന്നു. ഇപ്പൊ അച്ഛനും ആ ഒരു സാറിനോടും പ്രിൻസിപ്പളിനോടും കൈ കൂപ്പി സോറി ചോദിക്കുന്നുണ്ട്. ഒരാഴ്ച എനിക്ക് ടൈം തരണം, ഞാൻ എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് തിരുത്തിക്കോളാന്നും പറയാണ്. ഇപ്പൊ എങ്ങനെയാണ് ദേവയും ബിന്ദുവും തമ്മിൽ സ്നേഹത്തിലായെന്നാണ് കാണിക്കുന്നത്. ആക്ച്വലി അവൾക്കാണ് ദേവനോട് ഫസ്റ്റ് ഇഷ്ടം തോന്നിയത്. അവൻ നല്ല ഹീറോ ആയിട്ട് കോളേജിൽ ഇങ്ങനെ വെലസി നടക്കുന്നത് കണ്ടപ്പോ ബിന്ദു ഒരു ദിവസം അവനെ നോട്ട് ചെയ്യാണ്. എങ്ങനെയെങ്കിലൊക്കെ അവന്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് അവൾ ഒരുപാട് നോക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയും ഉണ്ടായിരുന്നില്ല. അവൻ അവളെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. അവസാനം ബിന്ദുവിന് മനസ്സിലാവാണ് അവൻക്ക് അവന്റെ ബൈക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണെന്ന്. അതുകൊണ്ട് അവള് ബൈക്കിൽ കൊണ്ടുപോയിട്ട് അവളുടെ കാർ കൊണ്ട് ഇടിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ദേവ അവളുടെ കാറ് തല്ലി പൊട്ടിച്ചിട്ട് അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ അവനെ കയറി കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും തമ്മിൽ സെറ്റ് ആവാണ്. ഇതാണ് അവരുടെ ലവ് സ്റ്റോറി. ഇപ്പൊ അച്ഛനാണെന്ന് വെച്ചാൽ രാത്രി സമയമായപ്പോൾ ദേവനോട് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യമൊക്കെ പറയാണ്. പ്രിൻസിപ്പൾ പറഞ്ഞതൊക്കെ എനിക്ക് ഇത്തിരി മാനവും അഭിമാനവും ഒക്കെ ഉണ്ടെന്നും ദയവ് ചെയ്ത് ഞങ്ങൾ ഇനി നാണം കെടുത്തരുത്. പബ്ലിക്കില് ആ ഒരു പെണ്ണിനെ കിസ് ചെയ്യുന്നതും മടി കയറ്റിയിരുത്തുന്നതും ടോയ്ലറ്റിൽ കയറി വാതിലടിക്കുന്നതും അതൊക്കെ ഇന്നത്തോടുകൂടി നിർത്തണമെന്ന് പറയാണ്. ദേവയ്ക്ക് ഇതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അവൻ ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നു. ആ ചോറിന്റെ പ്ലേറ്റ് അവിടെ വലിച്ചെറിഞ്ഞിട്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആ ഒരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നല്ലോ അവനെ കാണിക്കുന്നുണ്ട്. അവനാന്ന് വെച്ചാൽ ഇപ്പൊ വേറൊരു ലേഡിയുടെ വീട്ടിലേക്ക് പോയേക്കാണ്. അവളെ ഇതുപോലെ തന്നെ ആ ഒരു ആയുധം വെച്ച് കൊന്നതിന് ശേഷം അവളുടെ വിരല് കട്ട് ചെയ്തെടുത്ത് ചുമരിലായിട്ട് ഐ ആം ഗോഡ് എന്ന് എഴുതി വെച്ചിട്ട് ആ ഒരു പെണ്ണിന്റെ മേത്ത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയാണ്. അതാണ് അവന്റെ കില്ലിംഗ് സ്റ്റൈൽ. ദേവ ഇപ്പൊ ദേഷ്യം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവെന്ന് വിചാരിച്ചിട്ട് അവളുടെ അമ്മ ആണെന്ന് വെച്ചാല് ഒരു ലോക്ക് കൊണ്ട് വീട് ലോക്ക് ചെയ്തിട്ടേക്കാണ്. ദേവ രാവിലെ വന്നത് തുറക്കാൻ പറഞ്ഞിട്ടാണ് അമ്മ തുറന്നു കൊടുത്ത് തന്നെ. ദേവക്കും അത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ദേവ എന്നെ ചോദിക്കുന്നുണ്ട്. അത്ര ഇഷ്ടമായിരുന്നു ദേവനെ അച്ഛനും അമ്മയ്ക്കും. ദേവയുടെ അമ്മ എന്ന് വെച്ചാൽ ഒരു സാധു സ്ത്രീയായിരുന്നു കേട്ടോ. വീടിന്റെ പുറത്തായിട്ട് ഒരു പയ്യൻ അവിടെ എപ്പോഴും കിടക്കും. അവൻ അനാഥനാണ്. അവന്റെ വീട്ടിലുള്ള എല്ലാവരും സൂയിസൈഡ് ചെയ്തു. എങ്ങനെയോ ആണ് അവൻ രക്ഷപ്പെട്ടത്. ഒരു ദിവസം അവൻ അവിടെ വന്ന സമയത്ത് ഈ അമ്മ അവനക്ക് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോ അമ്മക്കൊരു കാവലായിട്ട് അവൻ അവിടെ തന്നെ നിൽക്കാണ്. അമ്മനെ ഒരാൾ ചീത്ത പറഞ്ഞാൽ പോലും ഈ ഒരു പയ്യന് സൈക്കിളിലായിരുന്നു. അവൻ അപ്പൊ അവരെ പോയി തല്ലായിരുന്നു. അതുകൊണ്ട് ആ ഏരിയയിലുള്ള ആരും തന്നെ ഈ അമ്മനോട് ദേഷ്യപ്പെടുന്നില്ല. അപ്പൊ വഴിയിലൂടെ ഒരു അങ്കിള് പോകുന്നുണ്ട്. ആ അങ്കിൾ എന്തോ ഒരു കേസിന്റെ കാര്യത്തിന് പോകുന്നതാന്ന് പറയുന്നുണ്ട്. ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് ആ ഒരു അങ്കിള് പോകുന്നത്. ഇപ്പൊ ഏതോ ഒരു ഷോപ്പിലിരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കുമ്പോൾ ദേവയുടെ മടിയിലായിട്ട് ബിന്ദു കയറി ഇരിക്കുന്നുണ്ട്. അവളോട് ഇറങ്ങി താഴെ ഇരിക്കാനായിട്ട് ദേവ പറയാണ്. എന്നാൽ അവൾ എത്ര പറഞ്ഞിട്ടും താഴെ ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം അവളെ കഷ്ടപ്പെട്ട് അവൻ മടിയിൽ നിന്ന് താഴെ ഇറക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാല് അവൻക്ക് ആ ഒരു അമ്മ പറഞ്ഞ കാര്യം അച്ഛൻ വിഷമിക്കുന്ന കാര്യമൊക്കെ ഓർമ്മ വരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇപ്പൊ അമ്മയും അച്ഛൻക്കും നാണക്കേട് ഉണ്ടാക്കുന്നോണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്നെ മടിയിൽ നിന്ന് ഇറക്കി ഇരുത്തിയെന്ന് ദേവ ബിന്ദുവിനോട് പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇനി നാളെ നിന്റെ അച്ഛനും അമ്മക്കും എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നീ എന്നെ ഒഴിവാക്കി പോകുമെന്ന് ചോദിച്ച് അവള് ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് അവളുടെ കാർ
കാറും എടുത്ത് പോകുന്നുണ്ട്. അവര് നേരെ കോളേജിലേക്കാണ് പോകുന്നത്. ദേവ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ബിന്ദു ആണെന്ന് വെച്ചാല് കോളേജിൽ ദേവയുടെ ഫ്രണ്ട് ആയിട്ട് തന്നെ ഉള്ള ഒരു ചെക്കൻ ഉണ്ടായിരുന്നു. അവന്റെ മടി കയറി ഇരിക്കുകയാണ്. അവനോട് എന്നിട്ട് മിണ്ടാതിരിക്കി കുറച്ചേരം ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് പറയുന്നുണ്ട്. ദേവ ഇത് കണ്ടതും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അവൻ വന്നിട്ട് ബിന്ദുവിനൊന്നും ചെയ്തില്ല. പക്ഷെ ആ ഒരു ചെക്കൻ ഉണ്ടല്ലോ ഇവന്റെ ഫ്രണ്ട്, അവനെ ഒരുപാട് അടിക്കാണ്. ബിന്ദു ആ സമയം ഞാൻ വെറുതെ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാന്ന് പറഞ്ഞിട്ട് പോലും അവൻ ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവന്റെ ദേഷ്യം അവനക്ക് അടക്കി വെക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ സീനിയർ ആയിട്ടുള്ള ഒരാള് ഇവന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഓർഫൻ ആയിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു. അവനെന്തോ നീ എന്താ ദേവ പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ, ഞാൻ പറഞ്ഞാൽ കേൾക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് റാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് ദേവ അറിയുകയും അവനെ പോയി നല്ല ഇടിക്കുകയും ചെയ്യാണ്. അവനക്ക് ബിന്ദുവിനോടുള്ള ദേഷ്യം മുഴുവൻ ആ ഒരു പയ്യനോട് തീർക്കാണ്. ഇപ്പൊ ബിന്ദുവിനോട് ദേവക്ക് നല്ല ദേഷ്യമുള്ളതുകൊണ്ട് തന്നെ അവൾ കുറെ നേരം ഈ ഫോൺ വിളിക്കുന്നു. അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. രാത്രി സമയമായപ്പോ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കുടിച്ചോണ്ടിരിക്കുകയാണ്. സ്ഥലം ബിന്ദുവിനെ അറിയാവുന്ന തോന്നുന്നു. ഫോൺ അടിച്ചിട്ട് എടുക്കാത്തോണ്ട് തന്നെ അവൾ അവിടേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ദേവനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. ഇവളൊന്ന് കെട്ടിപ്പിടിച്ചപ്പോഴത്തേനും അവനും അവളോട് സോറി പറയുന്നുണ്ട്. ഇനി നമ്മ തല്ലു പിടിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അവരങ്ങനെ പാച്ചപ്പ് ചെയ്യാണ്. ആ ഒരു പാർട്ടി കഴിഞ്ഞ് ബിന്ദുവും ദേവയും ഒരു കാമായിട്ടുള്ള പ്ലേസിൽ കാറിന്റെ മുകളിലായിട്ട് കിടക്കാണ്. ആ സമയത്ത് ദേവ പറയാണ് അവൻക്ക് എല്ലാ ദിവസവും ഇങ്ങനെ കണ്ണു തുറക്കുമ്പോ ബിന്ദുവിന് ഇങ്ങനെ മുന്നിൽ കാണുന്നെന്ന്. അതുപോലെ തന്നെ അവന്റെ ഡ്രീം എന്താന്ന് വെച്ചാല് അവനും ബിന്ദു പിന്നെ അവന്റെ പാരന്റ്സും പിന്നെ ഒരു ചെറിയ മോളും അവരെല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് ജീവിക്കണം എന്നുള്ളതായിരുന്നു. ബിന്ദു ആ സമയം ചോദിക്കാണ്, ഞാൻ ചെയ്ത തെറ്റിനൊന്ന് കോളേജിൽ നീ നിന്റെ ഫ്രണ്ടിനെയാണ് അടിച്ചത്, അതെന്താ നീ എന്നെ അടിക്കാത്തയും ചോദിക്കുമ്പോ എന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെ ഒരിക്കലും അടിക്കില്ല എന്ന് അവൻ വാക്ക് കൊടുക്കുകയാണ്. ബിന്ദുവിന്റെ ജീവിതത്തിൽ ഒരേ ഒരു വട്ടം അവളുടെ അച്ഛൻ അടിച്ചിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തില്. പക്ഷെ അവളെ ഒരാൾ അടിക്കുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലാന്നും അന്ന് ആ അച്ഛൻ ആദ്യമായിട്ട് അടിച്ച സമയത്ത് വരെ അവൾ കത്തിയെടുത്ത അച്ഛന്റെ തൊടയിലേക്ക് കുത്തി കയറ്റാണ് ചെയ്തത്. അത്രയും വൈരാഗ്യ ബുദ്ധിയുള്ള ഒരു കുട്ടിയായിരുന്നു ചെറുപ്പം മുതലേ ബിന്ദു. അവൾ ആരും അടിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അപ്പൊ ബിന്ദു പബ്ലിക്ക് വെച്ച് അപ്പൊ ഞാൻ നിന്നെ കിസ് ചെയ്യാനും മടിയിലിരിക്കാനൊന്നും പാടില്ലെന്ന് ചോദിക്കുമ്പോ അവനാന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കാണ്. നാളെ നീ എന്റെ വീട്ടിലേക്ക് വരണം, നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാന്ന് ദേവൻ പറയുന്നുണ്ട്. ഇപ്പൊ പ്രസന്റിൽ ഒരു ലേഡിയാണ് കാണിക്കുന്നത്. അവൾ പാർട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർ സീരിയൽ കില്ലർ അവിടേക്ക് വരുന്നുണ്ട്. സെയിം പാറ്റേൺ അവളുടെ വിരൽ കട്ട് ചെയ്തെടുത്ത് മണ്ണെണ്ണ ഒഴിച്ച് അവളെ കത്തിച്ചതിന് ശേഷം ചുമരിലായിട്ട് അയാൾ ഗോഡെന്ന് വിരലുകൊണ്ട് എഴുതാണ്. അപ്പൊ ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രാഹുൽ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനെയും നന്ദിനി എന്ന് പറഞ്ഞ ഒരു പോലീസുകാരിയെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. പക്ഷെ ഇവരെ കൊണ്ടൊന്നും ഇത് താങ്ങില്ല എന്ന് മനസ്സിലാക്കിയ ഒരു ഹയർ ഓഫീസർ ഭരത് എന്ന് പറഞ്ഞ ഒരു ഓഫീസറിന്റെ ഇൻസ്പെക്ടർ അവൻ ഈ കേസ് ഏൽപ്പിക്കാമെന്ന് പറയാണ്. വേറെ ഒരു ക്ലോസും ഈ ഒരു സീരിയൽ കില്ലർ വെച്ചിട്ടില്ലാന്നും ഇവൻ കൊല്ലുന്ന ആൾക്കാർ തമ്മിൽ പരസ്പരം ഒരു ബന്ധമില്ലാന്നും ഈ ഒരു രാഹുൽ പോലീസ് പറയുന്നുണ്ട്. ഈ രാഹുലിന് എന്ന് വെച്ചാൽ ഈ ഭരത്തിനെ അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലായിരുന്നു. കാരണം ഭരത്തിന്റെ സ്വഭാവം ഭയങ്കര മോശമാണ്. അവനക്ക് ഗേൾസ് എന്ന് വെച്ചാൽ ഭയങ്കര വീക്ക്നെസ് ആണ്. അത് മാത്രമല്ല എല്ലാവരോടും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമായിരുന്നു അവനക്ക്. ഒരു പ്രാവശ്യം രാഹുലിനോടും ഈ ഭരത് വെറുതെ ആവശ്യമില്ലാതെ ചൂടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭരത്തിനെ രാഹുലിന് ഇഷ്ടമല്ലാത്തത്. പക്ഷെ നന്ദിനിക്ക് ഭരത്താണ് കേസ് അന്വേഷിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞതും ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നാണ്. കാരണം അവൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നല്ലൊരു പോലീസ് ഓഫീസർ ആയിരുന്നു. ഇങ്ങനത്തെ കേസൊക്കെ തെളിയിക്കാനായിട്ട് അവൻ പെർഫെക്റ്റ് തന്നെ ആയിരുന്നു. പക്ഷെ അവനക്ക് ഈ ഒരു ദേഷ്യം മാത്രമാണ് മുന്നിലുള്ളത്. ഇപ്പൊ ഭരത്തിനെ കോൾ ചെയ്ത് കാര്യം അറിയിക്കാനായിട്ട് ആ ഒരു ഹയർ ഓഫീസർ രാഹുലിനെ ഏൽപ്പിക്കുന്നുണ്ട്. ഈ ഒരു രാഹുലാണെന്ന് വെച്ചാല് നന്ദിനിനെ വൺ സൈഡ് ആയിട്ട് ലവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവള് പിടി കൊടുക്കാണ്ട് അങ്ങനെ പോവാണ്. രാഹുലും ഭരത്തിനെ വിളിക്കുന്നുണ്ടെങ്കിലും രാത്രി സമയമല്ലേ, അതുകൊണ്ട് അപ്പൊ തന്നെ ദേഷ്യപ്പെട്ടിട്ട് ഈ സമയത്താണോ വിളിക്കുന്നതെന്ന് പറഞ്ഞ് ആ കോൾ അങ്ങോട്ട് കട്ട് ചെയ്യാണ്. ഇപ്പൊ ദേവാണെന്ന് വെച്ചാൽ ബിന്ദുവിനെയും കൂട്ടിക്കൊണ്ട് അവന്റെ വീട്ടിലേക്ക് വരാണ്. അതിനുശേഷം ഒരു റിങ് എടുത്തിട്ട് ദേവ ബിന്ദുവിന്റെ കയ്യിൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുമ്പോ ബിന്ദു അത് റിജക്ട് ചെയ്യാണ്. എനിക്ക് ഇങ്ങനെ ഒന്നും പോരാ, കോളേജിൽ എല്ലാവരും മുന്നിൽ വെച്ചാൽ നീ എന്നെ പ്രപ്പോസ് ചെയ്യണമെന്ന് അവൾ പറയാണ്. പക്ഷെ എനിക്ക് വലുത് എന്റെ പാരന്റ്സ് ആണെന്നും ഇപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം, നിന്റെ ആഗ്രഹം പോലെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞ അവര് രണ്ടുപേരും കൂടി റിങ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അച്ഛൻ അത്രക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ദേവ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇനി നാലാൾക്കാര് ഇവരെ തമ്മിൽ അവിടെ കണ്ടു ഇവിടെ കണ്ടു കിസ് ചെയ്യുന്ന കണ്ടു എന്നൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞെന്ന് പറഞ്ഞു. അവനക്ക് കോളേജിൽ ഒരു ജോബ് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. 2 വർഷം കഴിഞ്ഞാൽ അവര് തമ്മിൽ കല്യാണം കഴിപ്പിക്കുന്ന അങ്ങോട്ട് പറഞ്ഞോളാനായിട്ട് പറയാണ്. ഇതിന് വേണ്ടിയിട്ടാണ് അവൻ ആ ഒരു കാര്യം ചെയ്തത്. ഇപ്പൊ ഒരു ലൈസൻസ് ആയല്ലോ. ദേവയും ബിന്ദുവും ഡയറക്റ്റ് ആയിട്ട് ഈ വീട്ടിൽ നിന്ന് തന്നെ കോളേജിലേക്ക് പോവാനായിട്ട് ഇരിക്കുകയാണ്. ആ ഒരു സമയം അവള് സാരി എടുത്തിട്ടാണ് ദേവയുടെ പാരന്റ്സിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. അവള് സാരി മാറ്റാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ദേവയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. കാരണം ആളില്ലാത്ത സമയത്ത് അവള് കുറെ പ്രാവശ്യം ദേവയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റൂമൊക്കെ കറക്റ്റ് ആയിട്ട് അവൾക്ക് അറിയായിരുന്നു. ഇപ്പൊ ഡ്രസ്സ് മാറുന്ന സ്ഥലത്തേക്കും ഒരു നാണം പോലും ഇല്ലാതെ ദേവയുടെ പാരന്റ്സിന്റെ മുന്നിൽ വെച്ച് തന്നെ ബിന്ദു അവനെ റൂമിലേക്ക് വിളിക്കുന്നുണ്ട്. ഒന്നും കണ്ടിട്ട് അച്ഛന് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. തീരെ കൾച്ചർ ഇല്ലാത്ത കുട്ടിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ബിന്ദു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്ന് കോളേജിലേക്ക് പോവാനായിട്ട് നിൽക്കുമ്പോ അവിടെ അമ്മയുടെ ആ ഒരു ദത്തുപുത്രൻ ഉണ്ടായിരുന്നല്ലോ, അവനെ കണ്ടിട്ട് ബിന്ദു ഒന്ന് പേടിക്കുന്നുണ്ട്. ഇപ്പൊ കാര്യങ്ങളൊക്കെ ദേവ അവൾക്ക് പറഞ്ഞ് മനസ്സിലാപ്പിച്ച് കൊടുക്കാണ്. പോകുന്ന വഴിക്ക് ഒരു കാറില് ഇവരുടെ ബൈക്ക് കൊണ്ടുപോയി ഇടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ദേവയും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാനായിട്ട് നോക്കുമ്പോ അത് അവന്റെ കസിൻ ബ്രദർ ആയിരുന്നു തുഷാർ. അതായത് ദേവയുടെ അച്ഛന്റെ ചേട്ടന്റെ മകനായിരുന്നു അവൻ. ഇപ്പൊ അച്ഛനുണ്ടല്ലോ വീട്ടില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏത് പെണ്ണ് എന്റെ മരുമോളായിട്ട് വന്നാലും ഇവൾ എന്റെ മരുമോളായിട്ട് വരല്ലേന്ന്. ഈ ഒരു കസിൻ
പോലീസിന് കാനഡയിൽ നിന്നാണ് വരുന്നത്. ഇവന്റെ അച്ഛന്റെ കയ്യിലാണെന്ന് വെച്ചാൽ ഒരുപാട് പൈസ ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാല് ദേവന്റെ അച്ഛമ്മ, അതായത് അച്ഛന്റെ അമ്മ മരിച്ച സമയത്ത് ദേവന്റെ അച്ഛൻ പെട്ടെന്ന് തന്നെ വേറൊരു കല്യാണം കഴിച്ചു. അതിന്റെ ദേഷ്യത്തില് ദേവന്റെ അച്ഛൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് ചെയ്തത്. കാരണം ഇത്ര പെട്ടെന്ന് അമ്മനെ മറക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് അവൻ ഒട്ടും തന്നെ അത് സഹിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് ആ ഒരു മുത്തശ്ശനാണെന്ന് വെച്ചാല് എല്ലാ സ്വത്തും ദേവന്റെ അച്ഛന്റെ ചേട്ടന്റെ പേരിൽ എഴുതി വെക്കാണ്. അതുകൊണ്ടാണ് തുഷാർ ഇത്ര കോടീശ്വരനായിരിക്കുന്നത്. ആക്ച്വലി അത് പാരമ്പര്യ സ്വത്താണ്, രണ്ടുപേർക്കും അവകാശം ഉള്ളതാണ്. ഇപ്പൊ ദേവയും ബിന്ദുവും തുഷാറും കൂടി ഒന്നിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ തുഷാർ കല്യാണത്തിന് വേണ്ടിയാണ് ഇന്ത്യയിലേക്ക് ഇപ്പൊ വന്നേക്കുന്നതെന്നും വേഗം കല്യാണം കഴിഞ്ഞതിന് ശേഷം കനഡയിലേക്ക് തിരിച്ചു പോകുന്നു പറയാണ്. പെണ്ണിനെ നോക്കി വെച്ചിട്ടൊന്നുമില്ല, പക്ഷെ പാരന്റ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവർ ആ ഒരു സംസാരമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് പിരിയുന്നുണ്ട്. ഭരത് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരുണ്ടല്ലോ, അവൻ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് ഈ കേസിനെ കുറിച്ച് പഠിക്കാനായിട്ട്. ഇവന്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ദേഷ്യമുള്ള ക്യാരക്ടർ ആയിരുന്നു. ഭാര്യ ഏതോ ഒരു വെള്ളച്ചാട്ടത്തിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞ് പരാതി കൊടുക്കാനായിട്ട് ഒരു ഹസ്ബൻഡ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അയാളോട് ഭരത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാണ്. കാരണം ആ ഒരു വെള്ളച്ചാട്ടത്തേക്ക് ആര് പോയിട്ടുണ്ടെങ്കിലും ഒരു തെളിവ് പോലും കിട്ടൂല, അവരെന്തായാലും മരിച്ചു. ഈ ഭാര്യയാണെന്ന് വെച്ചാൽ ഞാൻ ഒരു വെള്ളച്ചാട്ടത്തിൽ ചാടി മരിക്കാൻ പോകുന്നു എന്ന് കത്തെഴുതി വെച്ചിട്ടാണ് പോയത്. ഭരത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ ഭാര്യ ഒളിച്ചോടിയതാണെന്നാണ്. അവൾ അന്വേഷിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിൽ തന്നെ ചാടിയെന്ന് അവൾ എഴുതി വെച്ചതെന്നും ഭരത് പറയുന്നുണ്ട്. ഈ ഭരത്തിന് ലവിലൊന്നും ഒട്ടും തന്നെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവനക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പും പിന്നെ ഗേൾസിനോടുള്ള അട്രാക്ഷനും ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പൊ കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ രാഹുലും നന്ദിനിയും കൂടി ഭരത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഒരു കേസിനെ പറ്റി മീഡിയ അറിഞ്ഞിട്ടില്ല, അത് മീഡിയ അറിയുന്നതിന് മുമ്പ് കുറ്റവാളിനെ കണ്ടുപിടിക്കണം എന്ന് ഹയർ ഓഫീസർ ഭരത്തിനോട് പറയുന്നുണ്ട്. ഇപ്പൊ ഒരു കോഫി ഷോപ്പില് ദേവയും ബിന്ദുവും കൂടി ഇരുന്ന് കോഫി കുടിക്കാണ്. അവനാണെന്ന് വെച്ചാൽ ഫോണില് എന്തോ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവന്റെ സംസാരത്തിന്റെ ഇടയിൽ അവൻ പറയുന്നുണ്ട് ബിന്ദുവിനെക്കാളും ഒരു തഴിക്ക് അവൻക്ക് അവന്റെ പാരന്റ്സിനോടാണ് ഇഷ്ടം കൂടുതലെന്ന്. ഇപ്പൊ തുഷാർ ദേവയുടെ കസിൻ ആണെന്ന് ബിന്ദുവിനെ അറിയായിരുന്നല്ലോ. അവനെ കുറിച്ചൊക്കെ ബിന്ദു ദേവനോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അവളോട് ഈ സ്വത്തിന്റെ തർക്കത്തിനെ കുറിച്ചൊക്കെ അവൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കോഫി ഷോപ്പിൽ ഉണ്ടായിരുന്ന ഒരു ചെക്കൻ ദൂരെ നോക്കി സൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവയോട് അവൾ ആ ഒരു കാര്യം പറയുന്നുണ്ട്. അവൻ ഫോം ഫില്ല് ചെയ്യുന്നത് ആ ഒരു തിരക്കിലായോണ്ട് തന്നെ അത് കുഴപ്പമില്ല, അവൻ നിന്നെ നോക്കുന്നല്ലേ, നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ട് എണീറ്റ് പൊക്കോളൂ, നീ എന്തിനാ അങ്ങോട്ട് നോക്കാൻ നിൽക്കുന്നത്, നീ നോക്കുന്നോണ്ടല്ല അത് കാണുന്നതെന്ന് പറഞ്ഞാൽ അവിടെ അത് സില്ലി ആയിട്ട് വിടാണ്. ഇതിനു മുമ്പ് അവളൊന്ന് ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ പോയി തല്ലുന്ന ഒരു ചെക്കനായിരുന്നു ഇവൻ. ഇപ്പൊ എന്തോ കുറച്ച് മെച്ചൂരിറ്റി വന്നെന്ന് തോന്നുന്നു. പക്ഷെ ഇവൾക്കാണെങ്കിലോ എങ്ങനെയെങ്കിലും ദേവനെ കൊണ്ട് അവനെ തല്ലിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അവൾ ഒരു പേപ്പർ എടുത്തിട്ട് അതിലെന്തോ എഴുതുന്ന പോലെ കാണിച്ചിട്ട് ഒരു ചെക്കനോട് ഇങ്ങോട്ട് വാ ഈ ഒരു പേപ്പർ വാങ്ങുന്ന ആക്ഷൻ കാണിക്കുന്നുണ്ട്. ആ ഒരു പയ്യനും അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു പേപ്പർ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അത് ദേവ നോക്കുമ്പോ അവളുടെ കയ്യിൽ അവൻ തൊട്ടു പോകുന്ന പോലെയാണ് തോന്നുന്നത്. ഇപ്പൊ ബിന്ദു പറയാണ് കണ്ടോ അവനെ തൊട്ടത് കണ്ടോ, പോയി അടിക്കാൻ പറയുമ്പോ നീ ചെയ്തതൊക്കെ ഞാൻ കണ്ടില്ല എന്നാണോ വിചാരിക്കുന്നത്, എന്നാ നിനക്ക് ഞാൻ അവനെ അടിക്കണം അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാണ്. ആ ഒരു പയ്യനും ആ ഒരു പേപ്പർ വായിച്ചു നോക്കിയതിന് ശേഷം ബിന്ദുവിന്റെ അടുത്ത് വന്നിട്ട് ഈ പേപ്പറിലൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാണ്. ദേവ അപ്പൊ അവനോട് സോറി പറഞ്ഞിട്ട് ഇവളെന്റെ ഗേൾ ഫ്രണ്ടാ, എന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്, സോറി ബ്രോ എന്ന് പറയാണ്. ആ ഒരു പയ്യൻ അപ്പൊ അവളെ മോശമാക്കിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഓ അത് ശരി, നിന്റെ ലവർ ആണോ, നിന്റെ മുന്നിൽ വെച്ച് തന്നെ ഇവൾ ഇത്രയും കളി കളിക്കുന്നുണ്ടെങ്കിൽ നിന്റെ പിന്നിൽ നിന്ന് ഇവൾ എത്രയും കളി കളിക്കുന്നുണ്ടാവും എന്ന് ചോദിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ അവനക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവൻ ആ ഒരു പയ്യനെ നന്നായി തന്നെ അടിക്കുന്നുണ്ട്. ഇപ്പൊ ഫൈറ്റ് ഭയങ്കര രൂക്ഷമാവാണ്. ഇവിടെ ഒരു ഫ്രണ്ട് വന്നിട്ടാണ് അവനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു ഏരിയയിലെ തന്നെ വലിയൊരു റൗഡിയുടെ ബ്രദർ എങ്ങാണ്ടായിരുന്നു ഈ ഒരു പയ്യൻ. ഇത് എവിടെ കാര്യം പോക്കാണെന്ന് ആ ഒരു ഫ്രണ്ട് വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സീരിയൽ കില്ലർ കാണിക്കുന്നുണ്ട്. അവനും വേറെ ഒരു പെണ്ണിനെയും കൂടി കൊന്നു എന്ന് ഭരത് പോലീസിനെ ഹയർ ഓഫീസർ വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പൊ മൊത്തം 3 മർഡർ ആയിരുന്നു ഈ സീരിയൽ കില്ലർ ചെയ്തതായിട്ട് ഈ പോലീസുകാരുടെ കണക്കിലുണ്ടായിരുന്നു. പക്ഷെ ഭരത് ഇതിനെ കുറിച്ച് അന്വേഷിക്കും. 3 മർഡർ അല്ല, ഇത് മൊത്തം 6 മർഡർ ആയിട്ടുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അറിയപ്പെടാതെ വന്ന 3 കേസുകൾ വേറെ ഉണ്ടായിരുന്നു. ഭരത്തിനപ്പം മനസ്സിലാവാണ് ഒന്നില്ലെങ്കിൽ ഇത് സൈക്കോ ആയിട്ടുള്ള ഒരാളാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തിനോ ഉള്ള പ്രതികാരം അവൻ വീട്ടിൽ കൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. ഇപ്പൊ ആ ഒരു പെണ്ണ് മരിച്ചു കിടക്കുമ്പോ പോലും അവളുടെ ഫോട്ടോ നോക്കിയിട്ട് വൃത്തിയായിട്ട രീതിയിൽ ഭരത് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവനക്ക് പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു. ഇതൊക്കെ കണ്ട് രാഹുലിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ ഒരു ജിമ്മാണ് കാണിക്കുന്നത്. അവിടെ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവന്റെ കണ്ണിന് ചെറുതായിട്ടൊരു കുഴപ്പമുണ്ടായിരുന്നു, ഒരു കോങ്കണ്ണായിരുന്നു. ആ ഒരു പയ്യനാണെന്ന് വെച്ചാൽ അവന്റെ ആ ഒരു കുറവ് മുതലാക്കി എടുത്തുകൊണ്ട് ജിമ്മിൽ വരുന്ന പെണ്ണുങ്ങളെയൊക്കെ മോശം രീതിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആ ഒരു സീരിയൽ കില്ലറിന്റെ കാര്യം മീഡിയ ഒക്കെ അറിയുന്നുണ്ട്. അത് വലിയ ന്യൂസ് ആയിക്കാണ്. ആ ഒരു ന്യൂസ് ജിമ്മിലെ ടിവിയിൽ കണ്ടിട്ട് ഈ ഒരു പയ്യനാണെന്ന് വെച്ചാല് ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. ഇപ്പൊ പോലീസുകാരും ഭയങ്കര ടെൻഷനിലായിരുന്നു. മീഡിയക്ക് ഈ ഒരു ന്യൂസ് എങ്ങനെയാണ് ലീക്ക് ആയതെന്ന് വിചാരിച്ചോണ്ട് രാഹുൽ പറയാണ് അവൻ ഏതോ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഡോക്ടർ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് അവൻ ചുമരിലായിട്ട് അയാം ഗോഡ് എന്നല്ല എഴുതിയേക്കുന്നത്. അപ്പൊ ദൈവങ്ങള് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷയാണ് കൊടുക്കുക. അപ്പൊ ഈ ഒരു പെണ്ണുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനുള്ള പ്രതികാരമാണ് ഇവൻ ചെയ്യുന്നത് എന്നെല്ലാം രാഹുൽ പറയുന്നുണ്ട്. ഇത് ഓൾറെഡി ഭരത് പറഞ്ഞ കാര്യമായിരുന്നു. ഈ കുട്ടികളെ പോലെ ഇങ്ങനെ പറയല്ലേ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ. ഈ കേസ് തെളിയിക്കാനായിട്ട് ഈ പെണ്ണുങ്ങളെ കൊല്ലുന്നു
ഒന്ന് കാരണം കിട്ടിയാൽ മതി, അത് അപ്പൊ കേസ് തെളിഞ്ഞ പോലെയാണെന്ന് രാഹുലിനെ കൊച്ചാക്കിക്കൊണ്ട് ഭരതും പറയുന്നുണ്ട്. ഇപ്പൊ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഈ ഒരു ന്യൂസിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ ഭരത്തിനോട് വന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കില്ലർ എന്താണ്, അവന്റെ മോട്ടീവ് എന്താണെന്നൊക്കെ. അപ്പൊ ഭരതും പറയുന്നുണ്ട്, നിങ്ങളാണ് ഈ കില്ലറിന് ഇങ്ങനെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നത്. അവന്റെ ഉദ്ദേശം ചിലപ്പോ ഈ ഒരു ന്യൂസ് ഒന്ന് ലീക്ക് ആക്കണം എന്നായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് പരമാവധി വലിയ ന്യൂസ് ഒന്നും ആക്കാണ്ട് പോവാ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പൊ പറയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഉടനെ തന്നെ ആ ഒരു കില്ലറിനെ ഞാൻ പിടിക്കുമെന്ന് പറയാണ്. ഇപ്പൊ ദേവ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവൻ നന്നായി തന്നെ എക്സാം എഴുതിയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഒരു എക്സാം നടക്കുന്ന ആ ഒരു ഹാളാണെന്ന് പോലും നോക്കാതെ ബിന്ദുവിനെ വിളിച്ചിട്ട് കഴിഞ്ഞില്ലേ എന്ന് ആ ഒരു സാർ ഇരിക്കലെ തന്നെ ചോദിക്കുകയാണ്. അവള് നല്ല ഉറക്കനെ തന്നെ ഒരു 2 മിനിറ്റ് ഇപ്പൊ വരാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ദേവ അന്ന് മാളി വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ തല്ലിയിട്ടുണ്ടായിരുന്നില്ലേ, കുറച്ച് റൗഡി പയ്യന്മാരെ. ആ ഒരു റൗഡി പയ്യന്മാര് കുറെ ആൾക്കാരെ കൊണ്ട് ക്യാമ്പസിലേക്ക് വരുന്നുണ്ട്. ദേവനായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ലാസ്റ്റ് ഒരുപാട് പേര് വന്നോണ്ട് തന്നെ ദേവക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല. അവര് അങ്ങനെ ദേവനെ അടിച്ചോണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളുടെ കയ്യിൽ നിന്ന് ദേവ അടി വാങ്ങാണ്. ഇത് കോളേജിലുള്ള കുട്ടികൾക്കും സാറുമാർക്കും ഒക്കെ ഭയങ്കര സന്തോഷാവാണ്. ഒരു സാറ് പോലീസിനെ വിളിക്കാന്ന് പറയുന്നുണ്ടെങ്കിലും വേറൊരു സാറ് അവനക്ക് കുറച്ച് അടി കൊള്ളണം, പോലീസിനൊന്നും വിളിക്കണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ സ്റ്റുഡൻസ് ഒക്കെ ഈ ഒരു ഗ്യാപ്പിൽ ഞാനും അവനെ പോയി അടിച്ചാലോ എന്ന് ചോദിച്ച് അവരൊക്കെ ഈ ഒരു നിമിഷം ആഘോഷിക്കുകയാണ്. ആ ഒരു സമയത്ത് കോളേജിന്റെ വഴി കൂടെ ഭരത് പോകുന്നുണ്ട്. അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭരത് കുറച്ച് പോലീസുകാരെ ആ ഒരു ക്യാമ്പസിലേക്ക് അയക്കുന്നുണ്ട്. ഈ റൗഡിയുടെ ആൾക്കാരാണ് ഇങ്ങനെ തല്ലുണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റൗഡിനെ ഉപദേശിച്ചിട്ട് ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, ക്യാമ്പസിൽ വന്നിട്ട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നുണ്ട്. ഈ ഒരു സമയം ബിന്ദുവിനോടും അവളുടെ ഫ്രണ്ട്സ് ആരോ ചെന്നിട്ട് ദേവൻ ഇങ്ങനെ കുറെ പേര് തല്ലുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവളും ആ ഒരു ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തുന്നുണ്ട്. ഇപ്പൊ പോലീസ് പറഞ്ഞുകൊണ്ട് തന്നെ റൗഡി പയ്യന്മാരൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്നതിന് മുമ്പ് ആ റൗഡിയുടെ കാർഡ് ദേവയുടെ പോക്കറ്റിലാക്കി വെച്ചിട്ട് നിനക്ക് ഇതിന് എപ്പോഴെങ്കിലും പ്രതികാരം ചെയ്യണം തോന്നുമ്പോ എന്റെ അടുത്തേക്ക് വന്നാ മതി എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. ഫിലിം ഷൂട്ടിംഗ് എല്ലാം നടക്കുന്ന ഒരു ഏരിയയാണ് കാണിക്കുന്നത്. അവിടെ ഇതുപോലെ ഒരു മർഡർ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഭരതും രാഹുലും നന്ദിനിയും അവിടേക്ക് എത്തുന്നുണ്ട്. ഹീറോയിന് ഒരു ഫോൺ കോൾ വന്ന സമയം അവൾ പുറത്തേക്ക് പോയി. കുറെ നേരം കഴിഞ്ഞിട്ടും വരാതായ ടൈമിലാണ് എന്താ പറ്റിയെന്ന് പുറത്തു പോയി നോക്കുമ്പോ കത്തിക്കരിഞ്ഞ ഹീറോയിന്റെ ബോഡി കാണുന്നത്. ഈ ഒരു പെണ്ണ് ആദ്യമായിട്ടാണ് ഒരു സിനിമ എടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ ഡയറക്ടർ പറയാണ് ഇത് ചെയ്തത് ആരാണെന്ന് എനിക്കറിയാന്ന്, അതൊരു പെണ്ണാണെന്നാണ് ഡയറക്ടർ പറയുന്നത്. ആ ഒരു പെണ്ണിന്റെ റിയൽ സ്റ്റോറി അവൻ സിനിമ എടുക്കാനായിട്ട് പോയി. ആ ഒരു പെണ്ണാന്ന് വെച്ചാൽ പൈസക്കാരെ കണ്ട അപ്പ അവന്റെ അടുത്തേക്ക് ചായും. അങ്ങനെ ആ ഒരു ഡയറക്ടറെയും അവൾ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് അവനിപ്പോ സിനിമ എടുക്കുന്നത്. ആ ഒരു സിനിമ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പെണ്ണ് ഇപ്പൊ അതില് ഹീറോയിനായിട്ട് അഭിനയിക്കുന്ന ആ ഒരു പെണ്ണിനെ കൊന്നതെന്ന് ഈ ഡയറക്ടർ പറയാണ്. എന്നാ ഭരത് അവനെ ചീത്ത പറഞ്ഞോണ്ട് അതെ വല്ലപ്പോഴും റീൽസ് തന്നെ തോണ്ടിയിരിക്കാണ്ട് ന്യൂസ് ഒക്കെ കാണാൻ പറഞ്ഞു. അവരെല്ലാവരും അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഭരത് നന്ദിനിയെ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് കില്ലർ അവിടെ നിന്ന് ഓടുന്നത് ഭരത് ശ്രദ്ധിക്കുന്നുണ്ട്. അവന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിലും അവൻ മിസ്സായി പോവാണ്. രാഹുലിപ്പോ ആരും കാണാതെ നന്ദിനിയോട് പറയുന്നുണ്ട് നീ ആ ഒരു സാറിന്റെ കൂടെ പോകണം, അവൻ അത്ര നല്ലതൊന്നും അല്ലാന്ന്. എന്നാൽ രാഹുലൊന്നും പറയുന്നത് കേൾക്കാതെ നന്ദിനി അവന്റെ കൂടെ പോകുന്നുണ്ട്. ഇപ്പൊ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു കണ്ണിന് വയ്യാത്ത കോങ്കണ്ണിനുള്ള ആ ഒരു ചെക്കൻ ഉണ്ടായിരുന്നല്ലോ, അവനാന്ന് വെച്ചാൽ ജിമ്മിൽ വരുന്ന പെൺപിള്ളേരെ എല്ലാം റോങ് ആയിട്ടല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ലേഡി ജിമ്മിൽ വരുന്നുണ്ട്. ഇവന്റെ നോട്ടം കണ്ടിട്ട് ആ ഒരു ലേഡി ഐ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവൻ ശരിയായിട്ടല്ല നോക്കുന്നതെന്ന് മനസ്സിലാവാണ്. അതുകൊണ്ട് അവന്റെ മുഖത്തിട്ടൊന്ന് കൊടുത്തതിന് ശേഷം അവളുടെ ചേട്ടൻ അവള് ഫോൺ ചെയ്യുന്നുണ്ട്. അവളുടെ ചേട്ടൻ ഭരത്തായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഒരു വൃത്തികെട്ടവൻ ഇവിടെ ഉണ്ടെന്നെല്ലാം പറയുമ്പോ ആ ഒരു ചേട്ടൻ സംസാരിച്ചിട്ട് ജിമ്മിന്റെ ഓണർ ഒരു കൊങ്കണ്ണുള്ള പയ്യനെ ആ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. കോളേജിലാണ് കാണിക്കുന്നത്. ദേവ എക്സാം കഴിഞ്ഞ് ബിന്ദുവിനെ പോയി നോക്കുമ്പോ അവൾ 1/2 മണിക്കൂർ മുന്നേ പോയി എന്ന് പറയാണ്. പക്ഷെ ആർക്കും അവൾ എവിടേക്കാണ് പോയതെന്ന് അറിയില്ല. അവൻ കോൾ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അവൻ വഴിയിലൂടെ പോകുമ്പോ ബിന്ദുവിന്റെ കാറ് ഒരു റെസ്റ്റോറന്റിന്റെ മുന്നിലായിട്ട് ഇരിക്കുന്നത് കാണാണ്. അവൻ അകത്തേക്ക് കയറി നോക്കുമ്പോ തുഷാറിനോട് ബിന്ദു സീക്രട്ട് ആയിട്ട് എന്തോ സംസാരിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. ദേവ ആ സമയം അവളുടെ ഫോണിലേക്ക് വിളിക്കുമ്പോ ബിന്ദു പേടിച്ചിട്ട് അവിടെ നിന്ന് എണീറ്റ് പോകാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ തുഷാർ അവളുടെ ഫോൺ വാങ്ങി അത് സൈലന്റ് ആക്കി വെച്ച് അവര് രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദേവക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവാണ്. ഇവര് തമ്മിൽ എന്താണ് ബന്ധമെന്നൊന്നും അറിയില്ലല്ലോ. അവൻ അകത്തേക്ക് വന്നതിന് ശേഷം തുഷാറിനെ പിടിച്ച് നന്നായിട്ട് അടിക്കാനായിട്ട് പോകുന്നുണ്ട്. തുഷാർ അപ്പോ മര്യാദക്ക് സംസാരിക്കാനും നിന്റെ ഗേൾഫ്രണ്ട് ഇവളാവുന്നതിന് മുമ്പ് എന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു, എന്നെ ദേഷ്യം പിടിപ്പിക്കാനായിട്ടാണ് അവള് നിന്നായിട്ട് റിലേഷൻഷിപ്പിൽ ആയതെന്നെല്ലാം പറയുന്നുണ്ട്. ആ സമയത്ത് തുഷാർ ബിന്ദുവിനോട് അവിടെ നിന്ന് പോകാനായിട്ട് പറയുമ്പോ അവള് വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. അവളിപ്പോ പോയപ്പോ ദേവയും തുഷാറും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. സംഭവം എന്താന്ന് വെച്ചാല് ആദ്യം തുഷാറും ബിന്ദുവും ഒന്നിച്ചാണ് പഠിച്ചിരുന്നത് കോളേജില്. അവര് ആ ഒരു ടൈമില് ഇഷ്ടത്തിലായിരുന്നു. തുഷാറാണ് അവള് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ അവൻ 6 മാസം കഴിഞ്ഞപ്പോഴേക്കും കനഡയിലേക്ക് പോയി. അവള് പിന്നെ കോളേജ് മാറി ദേവ പഠിക്കുന്ന ആ ഒരു കോളേജിലേക്ക് വരാണ്. ആ ഒരു സമയത്ത് തുഷാർ ബിന്ദുവിനോട് പറയുന്നുണ്ട് എന്റെ കസിൻ അവിടെ പഠിക്കുന്നുണ്ട്, അവൻ അത്ര വെടുപ്പൊന്നല്ല, അവനായിട്ട് കൂട്ടുകൂടണ്ടെന്നൊക്കെ. ദേവ തുഷാറിനെ സ്വന്തം സഹോദരനെ പോലെ നല്ലൊരു ഫ്രണ്ട് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ തുഷാറിന് ദേവനെ അത്രക്ക് അങ്ങോട്ട് ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ബിന്ദുവിനോട് അവൻ അങ്ങനെ പറയാനുള്ള കാരണം. പിന്നെ തുഷാർ എന്തോ കാനഡയിൽ ഒരു
ഒരു പെണ്ണിനായിട്ട് ടൈം പാസ് ലവ് എന്തോ ഉണ്ടായി. അത് ബിന്ദു അറിഞ്ഞ സമയത്ത് അവന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കരുതി കൂട്ടി അവൾ ദേവനായിട്ട് റിലേഷൻഷിപ്പിലായി. ഇതെല്ലാം അറിഞ്ഞ ദേവ ഭയങ്കരമായിട്ട് ചൂടായിട്ട് ഇനി അവളുടെ കൺമുന്നിൽ പോലും ഞാൻ വരെയില്ല, അവൾ എനിക്ക് വെറുപ്പാണെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ തുഷാർ നാട്ടിലേക്ക് വന്നേക്കുന്നത് തന്നെ ബിന്ദുവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അന്ന് ഫസ്റ്റ് ടൈം ഇവര് മീറ്റ് ചെയ്തില്ലേ, അന്ന് ഇതെല്ലാം പറയാൻ വേണ്ടിയിട്ട് ദേവയുടെ വീട്ടിലേക്ക് തുഷാർ വന്നതായിരുന്നു. പക്ഷെ അതിനിടയിൽ ബിന്ദു അവനോട് ഇതൊന്നും പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ അന്ന് ആ ഒരു കാര്യങ്ങളൊന്നും പറയാതിരുന്നത്. തുഷാർ പറയുന്നത് ബിന്ദുവിന് ദേവനെ പേടിയാണ്, അതുകൊണ്ടാണ് അവൾ നിന്നോടൊന്നും തുറന്നു പറയാത്തതെന്നാണ്. അതെല്ലാം കേട്ട ദേവ ആകെ തകർന്നു പോയി അവനൊരു ബാറിൽ ചെന്ന് നന്നായി തന്നെ കുടിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള റെസ്റ്റ് റൂമിൽ ചെന്ന് അവന് നല്ലോണം തന്നെ കരയാണ്. ഇന്നേ വരെ ലൈഫിൽ കരയാത്ത അവൻ പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. ആ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള പെണ്ണില്ലേ, അവളാന്ന് വെച്ചാല് വഴി കൂടെ പോകുന്ന സമയത്ത് ആ ഒരു ജിമ്മിലുള്ള പയ്യൻ അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഭരത്തിനാണെന്ന് വെച്ചാല് തന്റെ പെങ്ങളെ കുറിച്ച് എന്തോ ഓർമ്മ വരാണ്. അതുകൊണ്ട് പെങ്ങളെ കണ്ടിട്ട് പോകാമെന്ന് അവൻ തീരുമാനിക്കുകയാണ്. പെങ്ങളുടെ വീട്ടിലേക്ക് അങ്ങനെ പോകുന്നുണ്ട്. ഈ ടൈം പെങ്ങളും ആ ഒരു വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ആ ജിമ്മിലത്തെ പയ്യനും വീട്ടിലേക്ക് കയറാണ്. ആ ഒരു അനിയത്തിനെ ആ ജിം ബോയ് റേപ്പ് ചെയ്തതിനു ശേഷം ഇതുപോലെ തന്നെ മണ്ണെണ്ണ ഒഴിച്ച് അവളെ കത്തിച്ച് കളയാണ്. എന്നിട്ട് ചുമരിലായിട്ട് ഐ ആം ഗോഡ് എന്നല്ല എഴുതി വെക്കുന്നുണ്ട്. ആ ഒരു കത്തിച്ച സമയത്ത് വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഭരത് നിൽക്കുന്നോണ്ട് തന്നെ തന്റെ അനിയത്തി കരയുന്ന ശബ്ദം അവൻ കേൾക്കാണ്. വാതിൽ തുറന്ന് വേഗം തന്നെ അനിയത്തിയെ എടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ഭരത് ഇപ്പോ വല്ലാതെ തന്നെ കരയുന്നുണ്ടായിരുന്നു. രാഹുൽ അവിടേക്ക് വരുന്നുണ്ട്. രാഹുലിന് അറിയില്ലായിരുന്നു ഇപ്പൊ ഈ ഒരു അപകടം പറ്റിയിരിക്കുന്നത് ഭരതിന്റെ സ്വന്തം സിസ്റ്റർക്കാണെന്നുള്ള കാര്യം. രാഹുലും ആ ഒരു ഫോട്ടോ നോക്കി ഭരത് നിൽക്കുന്നത് കണ്ടിട്ട് റോങ് ആയിട്ട് വിചാരിക്കുകയാണ്. എന്താ സാർ ഈ പെണ്ണ് നല്ല ഭംഗിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഭരത് ദേഷ്യത്തോടുകൂടി രാഹുലിന്റെ കഴുത്തിലായിട്ട് പിടിച്ചിട്ട് ഇതെന്റെ അനിയത്തിയാന്ന് പറയുന്നുണ്ട്. അവൻ സോറിയും പറയാണ്. അവിടെ നിന്ന് മാറി നിന്നതിന് ശേഷം രാഹുല് നന്ദിനിയോട് പറയാണ്, ഇതുവരെ ഇയാൾക്ക് ഇങ്ങനത്തെ ഒരു ഇമോഷൻ ഒന്നും കണ്ടിരുന്നില്ലല്ലോ, ഇതുവരെ മരിച്ച പെണ്ണുങ്ങളൊക്കെ ആരുടെയോ മകളോ അനിയത്തിയോ ഒക്കെ തന്നെ ആയിരുന്നു എന്ന് പറയാണ്. നന്ദിനി അപ്പോ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് ചെന്ന് പറയാനായിട്ട് പറയുന്നുണ്ട്. രാഹുലിന് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഹയർ ഓഫീസർ വന്നിട്ട് രാഹുലിനോട് പറയാണ്, ഭരത്തിന് അവന്റെ അനിയത്തി എന്ന് വെച്ചാൽ അത്രയും ജീവനായിരുന്നു. ഇനി എങ്ങനെ ആ ഒരു കില്ലറിനെ ഭരത്തിന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും അവൻ നിൽക്കില്ല, അപ്പൊ തന്നെ കൊന്നു കളയും. അതുകൊണ്ട് ഭരത്തിന്റെ കൈ കിട്ടാതെ നോക്കണം. അതിന് മുന്നേ രാഹുലിനോട് ആ ഒരു കില്ലറിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയാണ്. അവനും അതിന് സമ്മതിക്കുന്നുണ്ട്. ബിന്ദു ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ദേവനെ ഒരുപാട് കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷെ അവൻ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ വല്ലാതെ തന്നെ കുടിക്കുന്നുണ്ടായിരുന്നു. നേറ്റാണെന്ന് വെച്ചാല് ബിന്ദുവിന്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. വഴിയിൽ വെച്ചിട്ട് കുറച്ച് പയ്യന്മാര് അവളെ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു, അവളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അത് കേട്ട ദേവക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് അവളെ കാണാനായിട്ട് അവള് പറഞ്ഞ ആ ഒരു റോട്ടിലേക്ക് എത്തുന്നുണ്ട്. ദേവ ബിന്ദുവിനെയും കൊണ്ട് അടുത്തുള്ള ബാറിലും എല്ലായിടത്തും പോയിട്ട് ഇവനാണോ നിന്നെ ഉപദ്രവിച്ചതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരൊന്നും അല്ലാന്ന് ബിന്ദു പറയാണ്. അവസാനം ദേവക്ക് മനസ്സിലാവാണ് അവള് തന്നെയാണ് അവളുടെ കൈ പൊള്ളിച്ചെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലാന്നും. അത് ദേവനോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ബിന്ദുവിന്റെ അടവായിരുന്നു. അവൾ പറയാണ്, ആദ്യ ടൈമിലൊക്കെ തുഷാറിനോടുള്ള ദേഷ്യം കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ആയിട്ട് റിലേഷൻഷിപ്പിലായത്. പക്ഷെ പിന്നീട് എനിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമായിരുന്നു, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നെല്ലാം പറയാണ്. പക്ഷെ ഇതൊന്നും ദേവക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. അവൻ ദേഷ്യത്തോടുകൂടി തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ എപ്പോഴും വീട്ടിലേക്ക് കുടിച്ചിട്ട് വരുന്നോണ്ട് തന്നെ അവനക്ക് വീട്ടിലേക്ക് കയറാനുള്ള ബോധം പോലും ഉണ്ടായിരുന്നില്ല. അവന്റെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു അനാഥ പയ്യൻ കിടന്നായിരുന്നല്ലോ, അവന്റെ ബെഡിലാണ് ഇപ്പോ ദേവ കയറി കിടക്കുന്നതൊക്കെ. ഭരതാണെന്ന് വെച്ചാല് അവന്റെ അനിയത്തിനെ ഇങ്ങനെ ഉപദ്രവിച്ചത് ആരാണെന്ന് നന്നായി തന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ജിമ്മിൽ പോയിട്ട് ആ പയ്യന്റെ ഫോട്ടോ എല്ലാം അവൻ സംഘടിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ അനിയത്തിക്ക് കാട്ടിക്കൊടുത്തിട്ട് ഇവൻ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. സിസ്റ്ററും അത് ഇവൻ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അനിയത്തിക്കും വേദന സഹിക്കാൻ പറ്റാത്തോണ്ട് തന്നെ അവളുടെ ചേട്ടനോട് നിങ്ങ എന്നെ കൊന്നു കളയാനായിട്ട് പറയുന്നുണ്ട്. ദേവ ഇപ്പൊ എങ്ങനെയെങ്കിലും ബിന്ദുവിനെ മറക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ടൈമിലൊക്കെ ദേവയുടെ പിന്നാലെ നടന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അവളായിട്ട് നല്ല ക്ലോസ് ആവാൻ വേണ്ടി നോക്കുന്നുണ്ട്. എന്നിട്ട് അവളായിട്ട് ഒരു ഫോട്ടോ എല്ലാം എടുത്ത് അവന് പോസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവളുടെ വീട്ടിലേക്ക് പോയി അവര് രണ്ടുപേരും നല്ല റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് ഇത് പറ്റുന്നുണ്ടായിരുന്നില്ല. അവള് വരുന്നതിന് മുന്നേ തന്നെ ദേവ അവിടെ നിന്ന് പോകാണ്. ബിന്ദു ഇപ്പൊ തുഷാറിനെ കല്യാണം കഴിക്കാനായിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ദേവ ഇപ്പൊ വേറെ ഒരു പെണ്ണിന്റെ കൂടെ പോസ്റ്റ് ഇട്ടേക്കുന്നത് കണ്ട അവള് ദേഷ്യത്തില് എനിക്ക് കല്യാണത്തിന് സമ്മതാണെന്ന് പറയാണ്. ഭരത്തിന്റെ അനിയത്തിയാണെന്ന് വെച്ചാല് വേദന സഹിക്കാൻ പറ്റാതെ തന്നെ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. ദേവ ഇപ്പൊ ഒരു ദിവസം ഉറങ്ങി എണീറ്റ സമയത്ത് അവന്റെ ഫോണിൽ ഒരു വീഡിയോ കാണുകയും ഇന്നാണ് ബിന്ദുവിന്റെ കല്യാണം എന്ന് അറിയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവന്റെ ഫ്രണ്ട്സിനോട് എല്ലാവരോടും അവളില്ലാതെ അവനക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം എന്ന് പറയാണ്. ഇപ്പൊ അവന്റെ ഫ്രണ്ട്സ് ആണെന്ന് വെച്ചാൽ അവൻ വരുന്നതിന് മുമ്പ് ബിന്ദുവിന്റെ വീട്ടിലേക്ക് എത്തിയിട്ട് കല്യാണം മുടങ്ങി എന്നും പറഞ്ഞ് എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. തുഷാറില്ലേ അവന്റെ തലക്കടിച്ചിട്ട് അവനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവാണ്.
ദേവ അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ ബിന്ദു ഇതിനോടകം തന്നെ ദേവനെ മറക്കാൻ പറ്റാത്തോണ്ട് തന്നെ അവളുടെ കൈ മുറിച്ച് സൂയിസൈഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ദേവ വേഗം തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. കണ്ണോർന്ന് അവളോട് അവളുടെ അമ്മയാണെന്ന് വെച്ചാൽ ദേവ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവള് ദേവയെ അടുത്തേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും അവൻ തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പെട്ടെന്ന് ആശുപത്രിയിൽ അലാറം അടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് വരാണ്. ഈ സമയത്ത് ദേവ അവിടേക്ക് വന്നിട്ട് എന്റെ ലൈഫ് ലോങ് നീ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ബിന്ദുവിനെ പ്രപ്പോസ് ചെയ്യാണ്. എന്നിട്ട് ഈ ഒരു ആശുപത്രിയിൽ എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ കഴുത്തിൽ അവൻ താലി ചാർത്തുന്നുണ്ട്. ആക്ച്വലി ഇവൻ തന്നെയാണ് ആ അലാറം അടിപ്പിച്ച് എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ ഭരതിന് ആ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു പയ്യന്റെ എന്തോ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് അവനുള്ള സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ അവൻ അവിടെ കാണാനില്ല. ഭരത് അവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ രാഹുല് അവൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. രാഹുൽ ഒരു സീക്രട്ട് ആയ സ്ഥലത്ത് ചെന്ന് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അവിടേക്ക് ഭരത് വന്നിട്ട് വെടിവെച്ച് അവനെ കൊന്നു കളയാണ് ചെയ്തത്. രാഹുലിന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ആ ഒരു ജിം ബോയുടെ കയ്യിലായിട്ട് കൊടുത്തിട്ട് അവൻ രാഹുലിന്റെ തോക്ക് വാങ്ങി ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കിയപ്പോ കൊന്നതാണെന്ന് മീഡിയക്കാരോട് നോണ പറയാണ്. അതുപോലെ ആ ഒരു സീരിയൽ കില്ലറിനെ കൊന്നു എന്നും ഇനി അവന്റെ ശല്യം ഉണ്ടാവില്ല എന്നും മീഡിയക്കാരോട് പറയുന്നുണ്ട്. ആക്ച്വലി ഇവനായിരുന്നില്ല ആ ഒരു സൈക്കോ കില്ലർ. ഭരത് മീഡിയനോട് ദൈവം മരിച്ചുപോയി എന്ന് പറയുമ്പോ അതെല്ലാം ടിവിയിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു സൈക്കോ കില്ലർ കാണുന്നുണ്ടായിരുന്നു. ഇവൻ കൊന്ന ഓരോ പെണ്ണുങ്ങളുടെയും വിരല് മുറിച്ചതെല്ലാം അവനുള്ള ആ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. അവന്റെ മാസ്കും ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ആ ഒരു സൈക്കോ കില്ലറിന്റെ ഫേസ് നമ്മളെ കാണിക്കുന്നത്. അത് ദേവയാണ്. ഇപ്പൊ പിറ്റേ ദിവസം കമ്മീഷണറുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ട് ആ ഒരു ഫോണിലേക്ക് ഞാൻ ദൈവമാണെന്നും നാളെ ഞാൻ ഒരാളെ കൊല്ലുമെന്നും ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്. മീഡിയക്ക് ഈ ഒരു ന്യൂസ് കിട്ടാണ്. അപ്പൊ ഭരത് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ നോണ പറഞ്ഞതാണോ? സൈക്കോ കില്ലർ മരിച്ചിട്ടില്ലെങ്കിൽ ആരെയാണ് ഭരത് കൊന്നതെന്നെല്ലാം ഭയങ്കര ക്വസ്റ്റ്യൻസ് വരാണ്. അതുകൊണ്ട് തന്നെ ഭരത്തിനെ സസ്പെൻഡ് ചെയ്യേണ്ട വരുന്ന ഹയർ ഓഫീസർ അവനോട് പറയുന്നുണ്ട്. പക്ഷെ ഭരത് ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അവനല്ല ഒരു സൈക്കോ കില്ലറെന്ന്. കാരണം തന്റെ അനിയത്തി അവനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ജിമ്മിത്തെ പയ്യനെ തന്നെയാണ് സൈക്കോ കില്ലർ എന്നാണ് ഭരത് വിചാരിക്കുന്നത്. ഇനി ഒരു മർഡർ നടന്നാൽ മാത്രം നമുക്കത് വിശ്വസിച്ചാൽ മതിയില്ലേന്ന് ഭരത് ചോദിക്കുമ്പോൾ ആ ഒരു സെയിം ടൈമിൽ തന്നെ വേറൊരു മർഡർ നടന്നിട്ടുണ്ടെന്ന് ഒരു പോലീസുകാരൻ വന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ആ മർഡർ നടന്ന വീട്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ ഒരു അമ്മയും മകളും മാത്രമാണ് താമസിക്കുന്നത്. ആ മകളാണെന്ന് വെച്ചാല് മിനിസ്റ്ററുടെ പയ്യനായിട്ട് ഇപ്പൊ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് ഉള്ളത്. അവർ രണ്ടുപേരും കൂടി കല്യാണം കഴിക്കാൻ പോകുന്നു എന്നുള്ള ഒരു റൂമേഴ്സ് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഭരത് ആലോചിക്കുന്നത് അന്ന് ആ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ട് ഡയറക്ടർ ഈ ഒരു സെയിം കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ പെണ്ണിന്റെ കഥ എടുക്കുന്ന സമയത്തായിരുന്നു ആ ഹീറോയിൻ മരിച്ചതെന്നും ആ ഒരു പെണ്ണിനെ കൊന്നത് ഈ ഒരു പെണ്ണാണെന്നെല്ലാം അതെല്ലാം ഭരതൊന്ന് ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ 40 വയസ്സുള്ള ഒരു സ്ത്രീയെയാണ് കൊന്നിരിക്കുന്നത്. ആ ഒരു വീട്ടിലുള്ള അമ്മയെ മകളിരുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഈ ഒരു കില്ലറിന്റെ ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വയസ്സുള്ള ഒരാളെ കൊല്ലുന്നത്. ഇപ്പൊ ഭരതും CCTV വിഷ്വൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആ ഒരു കില്ലറിന്റെ ഫേസ് അവൻ തന്നെ കാണിക്കുകയാണ്. അത് ദേവയാണെന്ന് പിന്നിലൂടെ വന്നിട്ട് ആ വീട്ടിലുണ്ടായിരുന്ന മകള് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. ആരാണ് ആ മകളെന്ന് നോക്കിയാല് അത് ബിന്ദു ആയിരുന്നു. ബിന്ദുവിന്റെ അമ്മയാണ് ഇപ്പൊ ദേവ കൊന്നിരിക്കുന്നത്. ബിന്ദു പറയാണ് അവൻ എന്റെ ഹസ്ബൻഡ് ആണെന്നും പക്ഷെ അവൻ 1 വർഷം മുമ്പേ മരിച്ചു പോയെന്നും. ഇപ്പൊ ദേവ എങ്ങനെയാണോ ആ ഒരു അമ്മയെ കൊന്നതെന്നാണ് കാണിക്കുന്നത്. അവരുടെ അടുത്തേക്ക് അവൻ വരുന്നുണ്ട്. ആക്ച്വലി ആ ഒരു ഫിലിം ഷൂട്ട് നടക്കുന്ന സമയത്ത് ഹീറോയിനെ കൊന്നില്ലേ, അത് ശരിക്കും ഈ ഒരു അമ്മ പറഞ്ഞിട്ട് ഒരു ഗുണ്ടയാണ് അവളെ കൊന്നു കളഞ്ഞത്. കാരണം ബിന്ദുവിന്റെ സ്വഭാവം അനുസരിച്ച് അവൾ പൈസ ഉള്ള ആൾക്കാരെ ആയിരുന്നു സ്നേഹിച്ചിരുന്നത്. ഒരാളെ സ്നേഹിക്കും, അയാളെക്കാൾ കൂടുതൽ പൈസ ഉള്ള ആളെ കണ്ട അവരെ സ്നേഹിക്കും. ആ ഡയറക്ടറെയും ബിന്ദു ഇങ്ങനെ ചതിച്ചോണ്ട് തന്നെ അവളുടെ കഥ വെച്ചിട്ടാണ് അവനിപ്പോ സിനിമ പിടിക്കാനായിട്ട് പോയത്. ആ സിനിമ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സീരിയൽ കില്ലറിന്റെ ഒരു കില്ലിംഗ് വേർഷനിൽ തന്നെ ആ ഒരു പെണ്ണിനെ കൊന്നിട്ട് അത് ആ ഒരു സീരിയൽ കില്ലറിന്റെ തലയിൽ ഇടാമെന്ന് ആ ഒരു അമ്മ വിചാരിക്കുന്നത്. ദേവയെ കണ്ട അമ്മയും പേടിച്ചു പോകുന്നുണ്ട്. കാരണം അമ്മയുടെ വിചാരത്തില് ദേവ മുന്നേ മരിച്ചുപോയി എന്നായിരുന്നല്ലോ. തന്റെ മകൾക്ക് നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അമ്മ ഇങ്ങനെ എല്ലാം ചെയ്തതെന്ന് പറയുന്നുണ്ട്. ശരിക്കും അമ്മയാണ് ഈ ബിന്ദുവിനെ ഇങ്ങനെയെല്ലാം ആക്കിയത്. അമ്മയാണ് അവളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് പൈസ ഉള്ള ആൾക്കാരെ സ്നേഹിക്കണമെന്ന്. ആർക്കാണോ കൂടുതൽ പൈസ ഉള്ളത് അവരെ സ്നേഹിക്കണമെന്ന് പറയുന്നതനുസരിച്ചായിരുന്നു ബിന്ദു ചെയ്തിരുന്നത്. ആക്ച്വലി അന്ന് ആ ഒരു കല്യാണ ദിവസം ഉണ്ടല്ലോ, തുഷാർ തന്നെയാണ് ഈ ഒരു കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്നത്. ചെറുപ്പം മുതലേ തുഷാർ ഉപയോഗിച്ച സാധനങ്ങളാണ് ദേവക്ക് കൊടുക്കാറുള്ളത്. പക്ഷെ ഈ കാര്യത്തിൽ മാത്രം അവൻ ഉപയോഗിച്ച് വേസ്റ്റ് ആയതാണ് എനിക്ക് കിട്ടിയതെന്ന് തുഷാർ പറയാണ്. ആ ഒരു കോംപ്ലക്സ് ഉള്ളതുകൊണ്ട് തന്നെ അവൻ ആ ഒരു കല്യാണത്തിൽ നിന്ന് ഒഴിയുന്നുണ്ട്. ഇതില് ദേഷ്യവും വിഷമവും വന്ന വിൻഡോയില് അവളുടെ കൈ കൊണ്ട് ഒരു അടി അടിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവളുടെ കൈ മുറിയുന്നത്. അല്ലാതെ അവള് കൈ മുറിച്ച് ആത്മഹത്യക്കൊന്നും ശ്രമിച്ചതായിരുന്നില്ല. ഇപ്പൊ തുഷാർ പോയി. ഇനിയിപ്പൊ അവൾക്ക് ഏതെങ്കിലും ഒരു പൈസക്കാരനെ തന്നെ കിട്ടണം. ദേവക്കും ശരിക്കും സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ. തുഷാറിന്റെ അച്ഛന്റെ കയ്യിലുള്ള സ്വത്തുക്കളൊക്കെ ദേവയുടെ അച്ഛനും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അവളുടെ അമ്മ പറഞ്ഞിട്ട് അവള് ദേവക്ക് വേണ്ടിയാണ് കൈ മുറിച്ചതെന്ന് വരുത്തി തീർക്കുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് അമ്മ സ്വകാര്യമായിട്ട് ഞാൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നീ ഇങ്ങനെ തന്നെ ആക്ട് ചെയ്യണമെന്ന് അവളോട് പറയാണ് ചെയ്തത്. ഇതെല്ലാം കേട്ടാ ദേവയും ആകെ ചിരിക്കുന്നുണ്ട്. അവനാന്ന് വെച്ചാല് നിന്നുപോയ കല്യാണം വീണ്ടും മുടക്കിയിട്ട് അവൻ വലിയ ഹീറോനെ പോലെ ബിൽഡപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അതാലോചിച്ച് എന്നെ നിങ്ങൾ എല്ലാവരും ഒരു ജോക്കർ ആക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഒരു അമ്മയെ ദേവ കൊന്നു കളഞ്ഞത് തന്നെ.
ഭരത് ഇപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ ഹസ്ബൻഡിനായിട്ട് പിരിഞ്ഞതെന്നല്ല. ആ സമയത്ത് കാര്യങ്ങളൊക്കെ പറയാണ്. ദേവയുടെ ഫോട്ടോയും ബിന്ദുവിന്റെ കയ്യിലുണ്ടായിരുന്നു. അവൾ അത് ഭരത്തിന് കൊടുക്കുന്നുണ്ട്. ഭരത് ഈ സമയം കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ പ്രണയം എന്ന് വെച്ചാലേ വേദനയാണ്, അത് എപ്പോഴും അൺട്രൂത്ത് ആയിരിക്കുള്ളൂ എന്ന് അവൻ പറയാണ്. ഇപ്പൊ ഒരു GPS ട്രാക്കർ ബിന്ദുവിന്റെ കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് എന്തെങ്കിലും അപകടം പറ്റിയെന്ന് തോന്നിയാല് ഇതിൽ പ്രസ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ അവിടേക്ക് മിനിസ്റ്ററുടെ ആ ഒരു മകൻ വരുന്നുണ്ട്. അവനായിട്ടായിരുന്നല്ലോ ബിന്ദുവിന്റെ ഇപ്പോഴത്തെ ചുറ്റിക്കളി. പോലീസിന്റെ സെക്യൂരിറ്റി ഒന്നും വേണ്ടാന്നും അവൻ കുറച്ച് ബോഡി ഗാർഡിനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവരിവിടെ നിന്നോളൂന്നും ഭയങ്കര അധികാരത്തോടു കൂടിയാണ് അവൻ പറയുന്നത്. ഭരത്തിന് ഇവന്റെ അഹങ്കാരം കണ്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഇപ്പൊ വാലന്റൈൻസ് ഡേ ആയോണ്ട് തന്നെ രാഹുലും നന്ദിനിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ബൊക്ക വാങ്ങി അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവന് അവളെ പ്രപ്പോസ് ചെയ്യാന്ന് വിചാരിച്ചാല് റൂമിൽ നിന്ന് ഭരത് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഭരതും നന്ദിനിയും തമ്മിൽ എന്തോ ഡിങ്കോൾഫി ആയിരുന്നു. അത് കണ്ടിട്ട് ശരിക്കും രാഹുൽ ഷോക്ക് ആവാണ് ചെയ്തത്. സിസ്റ്റർക്ക് അങ്ങനെ പറ്റിയതിനു ശേഷം ഈ ഭരത് മാറിയിട്ടുണ്ടാവും എന്നാണ് രാഹുൽ വിചാരിച്ചത്. പക്ഷെ ഇവൻക്ക് ഇപ്പോഴും ഒരു മാറ്റേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ ഒരു GPS ട്രാക്കർ ഓൺ ആയിട്ടുണ്ടെന്നും ബിന്ദുവിനെ ദേവ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെന്നും ഭരത് പറയുന്നുണ്ട്. രാഹുൽ ഇപ്പോഴും നന്ദിനി അവനെ ചതിച്ചതിന്റെ ആ ഒരു ഷോക്കിലായിരുന്നു. അത് വിടാനും ഈ കേസ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാനും പറഞ്ഞ് ഭരത് രാഹുലിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് ദേവ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ദേവ ബിന്ദുവിനെ കല്യാണം കഴിച്ചില്ലേ, അതിനുശേഷം അവന്റെ വീട്ടിലേക്ക് അവളെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവന്റെ അമ്മ അവനോട് മിണ്ടാതാവാണ്. അത് മാത്രല്ല കല്യാണത്തിന് മുന്നേ അവൻ എവിടേക്ക് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി വാതിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അമ്മ പറയാണ്, നീ നിന്റെ ഭാര്യനെയും കൂട്ടി വേറൊരു വീടെടുത്ത് താമസം മാറിക്കോളാൻ. അതുകൊണ്ട് തന്നെ ദേവക്ക് നല്ല വിഷമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് അവനക്ക് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല. എന്താണ് ശരിക്കും പ്രശ്നം എന്ന് അമ്മ അവനോട് പറയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ നന്നായി തന്നെ കുടിച്ചിട്ടൊക്കെയാണ് വീട്ടിലേക്ക് പോകുന്നത്. ഒരു ദിവസം വീട്ടിലേക്ക് പോകുന്ന അവൻ കാണുന്നത് നന്ദിനി എന്തോ ഡോക്യുമെന്റ്സ് ഒക്കെ അമ്മയുടെ കൈ കൊടുത്തിട്ട് അതിൽ സൈൻ ചെയ്ത് തരാനായിട്ട് പറയുന്നതാണ്. അവരുടെ സ്വത്തുക്കള് ഇവളുടെ പേരിലേക്ക് മാറ്റാനുള്ള ഡോക്യുമെന്റ്സ് ആയിരുന്നു അത് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് അമ്മ പറയുമ്പോ അയാൾ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും എനിക്കെന്താന്ന് ഭയങ്കര ദേഷ്യത്തോടുകൂടി ബിന്ദു ചോദിക്കാണ്. ഇത് കണ്ട് ദേവ അവിടേക്ക് വരുന്നുണ്ട്. അവനും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവളെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈം അവൻ അടിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന ബിന്ദുവും അവിടെ ഉണ്ടായിരുന്ന കത്തി എടുത്ത് അവനെ കുത്താനായിട്ട് പോകുന്നുണ്ട്. കാരണം അവൾക്ക് അവളെ അടിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ. പക്ഷെ ദേവ അത് തടഞ്ഞ് അവളെ തള്ളിയിടുന്നുണ്ട്. ആ ടൈമിൽ അവള് ഭയങ്കര ദേഷ്യത്തോടുകൂടി റൂമിൽ കയറി വാതിലടക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടേക്ക് പോലീസുകാർ വരുന്നുണ്ട്. പോലീസുകാർ വന്ന് ദേവയെയും അവന്റെ അച്ഛനെയും അമ്മയെയും അറസ്റ്റ് ചെയ്യാണ്. ആ ടൈം റൂമിൽ നിന്ന് ബിന്ദു ഇറങ്ങി വരുന്നുണ്ട്. അവളുടെ തലയും ചുണ്ടും എല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ടായിരുന്നു. സംഭവം എന്താന്ന് വെച്ചാല് ഡോർ ലോക്ക് ചെയ്ത് അവളെ തന്നെ ഉപദ്രവിച്ച് പോലീസുകാർക്ക് ഫോൺ ചെയ്ത് പറഞ്ഞ് അമ്മായിയമ്മയും ഭർത്താവും അമ്മായിച്ചനും കൂടി സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് അവളെ ഉപദ്രവിക്കുന്നു എന്നുള്ള പേരിൽ കേസ് കൊടുക്കാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പോലീസുകാര് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് ബിന്ദു ആസ്വദിച്ച് കണ്ടോണ്ടിരിക്കുകയാണ്. അവൾ അവിടെ നിന്ന് വേഗം അവളുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവന്റെ അച്ഛനെയും അമ്മയെയും നന്നായി അപമാനിക്കുകയാണ്. അമ്മയുടെ കഴുത്തിലെ താലി വരെ പോലീസുകാരറിയാതെ പറിച്ചെറിയുന്നുണ്ട്. അത് ദേവയുടെ കയ്യിലും കിട്ടുന്നുണ്ട്. അവനിപ്പോ ഭയങ്കര വയലന്റ് ആയിട്ട് പെരുമാറുന്നതുകൊണ്ട് തന്നെ പോലീസുകാരെ അവനെ ഒരുപാട് അടിക്കാണ്. ഇപ്പൊ ദേവയുടെ ഫ്രണ്ട്സ് വന്ന് അവനെ ജാമ്യത്തിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ അവൻ വീട്ടിൽ കയറാതെ നേരെ ബാറിലേക്ക് പോയി ഒരുപാട് കുടിക്കാണ്. അച്ഛനും അമ്മയും ഇപ്പൊ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഇവരുടെ ഈ ഒരു കാര്യം ന്യൂസിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അപമാനം സഹിക്കാൻ പറ്റാത്ത അച്ഛനും അമ്മയും ഗ്യാസ് ലീക്ക് ചെയ്ത് പൊട്ടിത്തെറിച്ച് അവിടെ മരിച്ചു പോവാണ്. ഈ ടൈം കുടിച്ചിട്ട് ഒരു ലെക്കും ലവാനോ ഇല്ലാതെ പുറത്ത് തന്നെ ദേവ കിടക്കുന്നുണ്ടായിരുന്നു. അവന്റെ തൊട്ടടുത്ത് ആ ഒരു ദത്തുപുത്രനായിട്ടുള്ള പയ്യൻ ഉണ്ടായിരുന്നല്ലോ, അവനുണ്ടായിരുന്നു. ഈ വീടിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് കണ്ട അവനും അതിന്റെ ഉള്ളിലേക്ക് എടുത്ത് ചാടാണ്. അവനും അങ്ങനെ മരിച്ചു പോവാണ്. ഇപ്പൊ ദേവയുടെ അച്ഛനും അമ്മയും ആ ഒരു പയ്യനുമാണ് മരിച്ചിരുന്നത്. പക്ഷെ എല്ലാവരും വിചാരിക്കുന്നത് ദേവയാണ് മരിച്ചതെന്നാണ്. അച്ഛന്റെ അമ്മയുടെയും മരണം മുന്നിൽ കണ്ട ദേവക്ക് അന്ന് മുതൽ ഭ്രാന്താവാണ്. അവൻ വഴിയോരങ്ങളിൽ കിടക്കുകയും ആരെ കണ്ടാലും അവന്റെ അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ ഓർമ്മ വരെയൊക്കെ ചെയ്യാണ്. ഇപ്പൊ അവന്റെ മൈൻഡിനെ അവനക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു പാലത്തിന്റെ മുകളിൽ നിന്ന് ഓടുന്ന ട്രെയിനിൽ നിന്ന് അവനെ എടുത്ത് വെള്ളത്തിലേക്ക് ചാടുന്നുണ്ട്. പക്ഷെ അവൻ മരിച്ചില്ല. ഒരു ദ്വീപിലായിട്ട് അവൻ എത്തിപ്പെടാണ്. അവിടെ ഒരു ദൈവത്തിന്റെ പ്രതിമ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു പ്രതിമയോട് ആണുങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പ വന്ന് ശിക്ഷ കൊടുക്കുമല്ലോ, എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ ചെയ്യുന്ന തെറ്റിന് ശിക്ഷ കൊടുക്കാതിരിക്കുന്നത്, ഇറങ്ങി വാ ശിക്ഷ കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈം ഒരു മിറർ എടുത്ത് അവൻ ആ ഒരു ദൈവത്തിന് തന്നെ അടിക്കാണ്. ആ മിററിലൂടെ അവൻ അവന്റെ രൂപം കാണാണ്. ആ ടൈമിൽ അവൻ തന്നെ ഒരു ദൈവമാണെന്ന് അവന് ആലോചിച്ചുണ്ടാക്കാണ്. ആ ദൈവത്തിന്റെ പ്രതിമയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ആയുധം കൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മാസ്ക് ഇട്ട് അങ്ങനെ അവൻ ദൈവമാണെന്നും പറഞ്ഞ് കുറ്റം ചെയ്യുന്ന എല്ലാവരെയും കൊല്ലാനായിട്ട് തുടങ്ങി. ഇതാണ് ശരിക്കും അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇപ്പൊ ഇങ്ങനെ കുറ്റം ചെയ്യുന്ന ആൾക്കാർക്ക് പേടി വരണം, അതിനു വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനെയെല്ലാം കൊല്ലുന്നത്. ബിന്ദുവിനിപ്പോ ഒരു കാട്ടിലുള്ള ഒരു ഒഴിഞ്ഞ വീട്ടിലേക്കാണ് അവൻ കൊണ്ടുപോയി ഇടുന്നത്. ബിന്ദു അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അവൻ
ഭയങ്കര ദേഷ്യത്തിലായോണ്ട് തന്നെ അവൾ പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ബിന്ദു ആണെന്ന് വെച്ചാല് അവളുടെ ലാസ്റ്റ് തടവ് പ്രയോഗിക്കാണ്, ദേവനെ ചെന്ന് കെട്ടിപ്പിടിക്കാണ്. അതിൽ അവൻ വീണു പോകുന്നുമുണ്ട്. ദേവയോട് ബിന്ദു പറയാണ് നമുക്ക് എവിടെയെങ്കിലും പോയി ഒറ്റയ്ക്ക് ജീവിക്കാം, നമുക്ക് ഇനി സമാധാനത്തിൽ ജീവിക്കാന്നൊക്കെ. അവനും അതിന് സമ്മതിക്കുന്നുണ്ട്. അവനും അവളെ തിരിച്ച് ഹഗ് ചെയ്യാണ്. പോലീസ് ഇപ്പൊ ട്രാക്ക് ചെയ്ത് അവരുള്ള ആ ഒരു വീട്ടിലേക്ക് തന്നെ എത്തുന്നുണ്ട്. പക്ഷെ അവിടെ സെർച്ച് ചെയ്ത് നോക്കുമ്പോ ആ GPS അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ ബിന്ദുവിനെയും ദേവനെയും അവിടെ കാണാനുണ്ടായിരുന്നില്ല. ബിന്ദുവിന്റെ കണ്ണ് കെട്ടിക്കൊണ്ട് ദേവ ഒരു വെള്ളച്ചാട്ടത്തിന്റെ തെല്ലത്ത് കൊണ്ടുപോയി നിർത്താണ്. അവളുടെ കണ്ണിലെ കെട്ടഴിക്കുമ്പോ അവൾ അത് കണ്ട് പേടിക്കുന്നുണ്ട്. നിനക്കല്ല ആരുമില്ലാതെ ഒറ്റക്ക് നമുക്ക് പോയി ജീവിക്കണം എന്ന് പറഞ്ഞത്, വാ നമുക്ക് മരിച്ചു പോവാ, എന്നിട്ട് എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് മാപ്പ് ചോദിക്കാന്നെല്ലാം ദേവ പറയുന്നുണ്ട്. എന്നാ ബിന്ദുവിന് ഇതിലൊട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അവളാന്ന് വെച്ചാല് ഇങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് കെഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ഭരത്തും രാഹുലും കൂടി എത്തുന്നുണ്ട്. അവ ഒരു വെള്ളച്ചാട്ടത്തിൽ ചാടി രക്ഷപ്പെടാനായിട്ട് നീ നോക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ ബോഡി പൊളിച്ചു കിട്ടില്ല എന്ന് ഭരത് പറയാണ്. അത് കേട്ട ദേവയും ചെറുതായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട്. ഭരത്തിനപ്പോ എന്തോ മനസ്സിലാവുന്നുണ്ട്. അവൻ ഇനി എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ഭരത്താണെന്ന് വെച്ചാല് രാഹുലിനോട് അവന് ഷൂട്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. രാഹുലിന് ഷൂട്ട് ചെയ്യാൻ അറിയില്ലായിരുന്നു. അവൻ ഷൂട്ട് ചെയ്യാതെ നിൽക്കുന്ന സമയത്ത് ദേവാണെന്ന് വെച്ചാല് ബിന്ദുവിനെ ഒരു ചങ്ങലയിൽ കെട്ടിയിട്ട് ആ ചങ്ങല വലിച്ച് ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ചാടാനായിട്ട് നോക്കാണ്. അവളാണെന്ന് വെച്ചാൽ അവന്റെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് നോക്കാണ്. ഭരത്തിനോട് സാർ എങ്ങനെയെങ്കിലും ഇവനെ ഷൂട്ട് ചെയ്ത് കൊല്ല്, എന്നെ രക്ഷിക്കുന്നല്ല അവള് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഭരത് തന്നെ ദേവയെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ മരിച്ചു കിടക്കുന്ന സമയത്ത് അടുത്ത് വന്ന ബിന്ദു ആ ഒരു ചങ്ങലയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കണ്ണോർന്ന ദേവ ബിന്ദുവിനെ പിടിച്ച് ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്ത് ചാടി മരിച്ചു പോവാണ്. ഇത് കണ്ടു നിന്ന് രാഹുലും ഭരതും ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ഈ നടന്ന കാര്യങ്ങളെല്ലാം ഭരത് മീഡിയയുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മീഡിയക്കാരും തന്നെ ഇത് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ആദ്യം അവൻ ആ ഒരു ജിംബോയിനെ കൊന്നിട്ട് ഇങ്ങനെ തന്നെയല്ല പറഞ്ഞേ. അതുകൊണ്ട് ഇതും നുണയായിരിക്കുന്നതാണ് മീഡിയക്കാർ പറയുന്നത്. ആ ഒരു കറക്റ്റ് സമയത്ത് എല്ലാ മീഡിയക്കാരുടെ ഫോണിലേക്കും ഒരു വീഡിയോ മെസ്സേജ് വരാണ്. എന്താ ഭരത് സാറ് വീണ്ടും നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്നെ കൊന്നെന്ന്? ഞാൻ ദൈവമാണ്, ഞാൻ മരിക്കില്ല. നിങ്ങൾക്ക് ജീവന് കൊതി ഉണ്ടെന്ന് വെച്ചാല് ആരെല്ലാം കള്ളക്കേസ് കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ പിൻവലിക്കണം. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരെയും ഞാൻ കൊല്ലുമെന്ന് ആ ഒരു മുഖം മൂടിയിട്ട് വന്ന ആള് പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഭരത്തിന് ഇനി എന്ത് പറയണമെന്ന് അറിയാതെ അവിടെ നിന്ന് എണീറ്റ് പോവാണ്. നന്ദിനി ഇപ്പൊ രാഹുലിന്റെ അടുത്തേക്ക് വന്നിട്ട് നിന്റെ സ്നേഹം എനിക്ക് മനസ്സിലായെന്നും നമുക്ക് ഒന്നിച്ച് ജീവിക്കാന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുമ്പോ അവൻ നടുവേരലൊന്ന് പൊക്കി കാണിച്ചതിന് ശേഷം എന്നാ ശരി ബൈ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പൊ ന്യൂസിലാണ് കാണിക്കുന്നത് ആ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം 5620 കേസോളം ഇപ്പൊ വിഡ്രോ ചെയ്തിട്ടുണ്ടെന്ന് ആ ഒരു ന്യൂസിലുള്ള ആള് പറയുന്നുണ്ട്. അതായത് അത്രയും കേസ് ഫേക്ക് കേസ് ആയിരുന്നു. ഇപ്പൊ ദേവയുടെ വീടിന്റെ അടുത്തുള്ള ആ ഒരു അങ്കിൾ ഉണ്ടായിരുന്നല്ലോ, അയാളുടെ മരുമോൾക്ക് എന്തോ ഒരു അഫെയർ ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ചപ്പോ ഇയാളുടെ പേരില് സെക്ഷൽ ഹറാസ്മെന്റിന് അവള് കേസ് കൊടുക്കാണ്. ആ ഒരു കേസിന്റെ പിന്നിലൂടെയാണ് അയാൾ ഇത്ര വർഷവും ഓടിക്കൊണ്ടിരുന്നത്. ആ ഒരു പെണ്ണും കേസ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്തത് ആരായാലും അവൻ എന്റെ മുന്നില് ദൈവം തന്നെയാണെന്ന് ആ ഒരു അങ്കിള് പറയുന്നുണ്ട്. ഇപ്പൊ ദേവ ആഗ്രഹിച്ച പോലെ തന്നെ അവനും ബിന്ദുവും അവന്റെ അച്ഛനും അമ്മയും പിന്നെ ചെറിയ മകളായിട്ടുള്ള അവന്റെ ഹാപ്പി ഫാമിലി കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാം. താങ്ക് യു.